ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശിനോട് ദേവയാനി പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്ന് വിചാരിച്ച് അവളോട് അടങ്ങി ഒതുങ്ങി നിന്നോളാൻ പറയണം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ അവളെ തിരിച്ചു കൊണ്ട് വീട്ടിൽ വിടുമെന്നൊക്കെ പറയും. അന്നേരത്തേന് ദേവയാനിയോട് ജയം പറയും, അങ്ങനെയൊന്നും വിചാരിക്കരുത്, നമ്മളുടെ മരുമോള് നല്ല അടക്കവും ഒതുക്കവും ഉള്ള സ്നേഹമുള്ള മരുമോളാണ്, നിനക്ക് അവളെ മനസ്സിലാകാഞ്ഞിട്ടാ എന്നൊക്കെ പറയും. എന്തായാലും ഞാനായിട്ട് ഇനി അവളെ മനസ്സിലാക്കാനൊന്നും നോക്കുന്നില്ല. അച്ഛനാണെങ്കിൽ അവളില്ലാതെ പറ്റത്തില്ല, അവളാകുമ്പോൾ അവൾക്ക് അച്ഛന് മരുന്നൊക്കെ എടുത്ത് കൊടുത്തോളും, അച്ഛൻ്റെ അസുഖവും മാറുമല്ലോ. പിന്നെ ജയേട്ടനും ഇവനാണെങ്കിൽ ഉറക്കവുമില്ല. ഇതെല്ലാവരുടെയും കൂടെ കൂട്ടി നോക്കിയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചുറ്റുമുള്ളവർക്കെല്ലാം അവളില്ലാതെ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ വിളിച്ചു വരുത്തിയത്. അവളോട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളാൻ പറ, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനി അകത്തേക്ക് അങ്ങ് പോകും. ഇപ്പോൾ ജയൻ ആദർശിനോട് പറയുന്നുണ്ട്, നമ്മൾ ഓർത്തത് അവളെ കരൾ തന്ന പെൺകുട്ടിയെ കാണാത്തതിൻ്റെ വിഷമത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നുമല്ല, അവളുടെ വിഷമം മുഴുവൻ നിന്നെ ഓർത്തിട്ടായിരുന്നു. നിൻ്റെ വിഷമം മനസ്സിലാക്കി അവൾ എന്തായാലും നയനമോളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നല്ലോ. ഇനിയിപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നീ അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ കണ്ടു വെച്ചേക്കണം എന്ന് പറയും. അതെന്തിനാന്ന് ചോദിക്കും, പറയും അല്ല കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടണ്ടേ എന്ന് ചോദിക്കും. അന്നേരത്തേന് ആദർശ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യ ഇരുന്ന് ക്യൂടെക്സ് ഒക്കെ അടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നയനെ അങ്ങോട്ട് റൂമിലേക്ക് ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കയറി വരുന്നത്. അയ്യോ നയനെ, നീ എപ്പം വന്നു? നീ അമ്മായി വന്ന് വിളിച്ചാലേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞതല്ലായിരുന്നു, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നീ വന്നത്? ആദർശേട്ടനെ ഈ വിളിച്ചുകൊണ്ട് പോകുന്നോ എന്നൊക്കെ ചോദിക്കും. ഇല്ല ചേച്ചി, ഞാൻ ആദർശേട്ടൻ്റെ അമ്മ വിളിച്ചിട്ട് തന്നെയാണ് വന്നെന്ന് പറയും. അമ്മായി വന്ന് നിന്നെ വിളിച്ചോന്ന് ചോദിക്കും. അതെ വിളിച്ചു, ആദർശേട്ടൻ്റെ വിഷമം കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് അമ്മ വന്ന് വിളിച്ചെന്ന് പറയും. അതെന്തായാലും നന്നായി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജയും അഭിയും അങ്ങോട്ട് കയറി വരുന്നത്. ജലജ ഉടനെ പറയും, എന്തായാലും ചേച്ചി അനിയത്തിയും കൂടി ഇനി ഒറ്റക്കെട്ടായിട്ട് നിന്ന് പൊരുതാനായിരിക്കും അല്ലേ ഉദ്ദേശം? ഇവളിങ്ങ് വന്നെന്ന് വിചാരിച്ച് വലിയ ഇതൊന്നും നോക്കണ്ട, ഇവളെ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല ഏട്ടത്തി വിളിച്ചുകൊണ്ട് വന്നെന്നൊക്കെ പറയും. അന്നേരം നവ്യ പറയും, എന്തായാലും അമ്മായി ചെന്ന് വിളിച്ചുകൊണ്ട് വന്നല്ലോ, ഇനിയിപ്പം ആ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളൂ എന്ന് പറയും. പിന്നെ ഒരു കാര്യം, ഇവളിങ്ങോട്ട് വന്നെന്ന് വിചാരിച്ച് ഇവളെ അടുക്കളക്കാരിയാക്കാവുന്നൊന്നും ആരും വിചാരിക്കണ്ട, അതിനിവിടെ ആരും സമ്മതിക്കത്തില്ലെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നേ ഇല്ല. പിന്നെ ഇവൾക്കൂടുള്ള ഫുഡ് എൻ്റെ അമ്മായിയമ്മയായ നിങ്ങൾ വേണം ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജലജ പറയും, അതെന്തിനാ ഞാൻ ഇവളുടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇവളുടെ അമ്മായിമ്മ വേണേ ഇവൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറയും. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അമ്മായിക്ക് വയ്യാതിരിക്കുന്നല്ലേ, അമ്മായി ഇനി അടുക്കള കയറി വേണോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ? നിങ്ങൾ അങ്ങ് ഉണ്ടാക്കി കൊടുത്താച്ചാൽ മതിയെന്ന് പറയും. ജലജ ഉടനെ പറയുന്നുണ്ട്, എന്തായാലും നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏട്ടത്തി വന്ന് നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണും, നിന്നെ എങ്ങാനും തീർക്കാനാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയും. അന്നേരത്തേന് നവ്യ പറയും, ഞാൻ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങളും ഭർത്താവ് കൂടെ വന്ന് വിളിച്ചുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംശയിക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള മൈൻഡൊന്നും ഉള്ള ആളല്ല, അത്ര ദുഷ്ടമൊന്നുമല്ല അവരെന്ന് പറയും. ഉടനെ നയന പറയും, എന്തായാലും അമ്മ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നു, ഞാൻ ഇവിടെ വരികയും ചെയ്തു, ഇനിയിപ്പോൾ അമ്മ എന്നെ തിന്നുവോ കൊല്ലുവോ എന്ത് വേണേലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നയന അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. നവ്യ ഉടനെ ചോദിക്കും, കേട്ടല്ലോ അവളുടെ മറുപടി, ഇനി അവളുടെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങളുടെ വയറ് നിറയത്തിൽ അവൾ പറഞ്ഞു തന്നില്ലേന്ന് ചോദിക്കും. വലിഞ്ഞു കയറി വന്നവളുടെയൊക്കെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് ജലജ ദേഷ്യപ്പെടുന്നുണ്ട്. വലിഞ്ഞു കയറി വന്നതൊക്കെ ആരാണെന്ന് ഈ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം, ഇനി എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുതെന്ന് നവ്യ പറയുന്ന കേൾക്കുമ്പോൾ ജലജ പറയും, ഇവളുടെ വായി വല്ല തുണിയും കുത്തി കയറ്റടാ എന്ന് പറയുന്ന ഉടനെ അവിയോട് നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ വായി തുണി കുത്തി കയറ്റണോടാന്ന്? എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഉടനെ നവ്യ പറയും, ഇനി എന്തായാലും ഈ മുറി ഇറങ്ങി പോകാൻ പറയും. അത് കേൾക്കുമ്പോഴത്തേന് അഭി പറയും, ഇതെൻ്റെ മുറിയല്ലേ, നീ എന്തിനാ എൻ്റെ മുറിയിൽ നിന്ന് എന്നെ ഇറക്കി വിടുന്നത്? നീ ഈ മുറിയിൽ നിന്നോ, പക്ഷേ നിന്നെ വഷളാക്കി വളർത്തിയ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്, അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ജലജ അങ്ങ് ഇറങ്ങിപ്പോവും. ഉടനെ അഭി പറയുന്നുണ്ട്, എന്തായാലും ഇനി നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നിൻ്റെ സൂത്രശാലിയായ അനിയത്തി ഇങ്ങ് എത്തിയില്ലെന്ന് ചോദിക്കും. അതെ, അവൾ ഇങ്ങ് എത്തി, ഇനിയിപ്പം അവൾ എൻ്റെ ഒപ്പം കാണുമെന്നൊക്കെ പറയും. അന്നേരത്തേന് അഭി പറയും, എന്തായാലും അവൾ ഈ വീട്ടിൽ ഇതിനു മാത്രം എന്ത് ചെയ്തിട്ട് ഇവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നെന്ന് അറിയത്തില്ലെന്ന് പറയും. ഇനി എൻ്റെ അനിയത്തി പഴയതുപോലല്ല, പണ്ട് വന്നതിനേക്കാൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് എൻ്റെ അനിയത്തി തിരിച്ചു വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവളെ ഇങ്ങനെ എടുത്ത് തലേ
വെക്കാൻ മാത്രം എന്താ ഇവിടെ അവൾ തന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആബി. അവൾ എന്ത് ഉപകാരമാണ് ഈ വീടിന് വേണ്ടി ചെയ്തിരിക്കുന്നുള്ളത് ഈ വീട്ടിൽ മനസ്സിലാക്കേണ്ടവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ആയിട്ട് ഇനി ഇപ്പം മനസ്സിലാക്കണ്ട, വഴിയെ മനസ്സിലായിക്കോളൂ എന്ന് പറയുന്നുണ്ട് നവ്യ. അവൾ എന്തോ പേപ്പറിനകത്ത് കുത്തി വരച്ചെന്ന് വെച്ച് കുറച്ച് കോടികളുടെ ലാഭം ഈ കമ്പനിക്ക് കിട്ടി, അതിന് ഇതിന് മാത്രം ഇവളെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് അബി പറയുന്നുണ്ട്. ജലജയും ജാനകിയും കൂടെ അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ ദേവയാനി അടുക്കളയിൽ നിന്ന് പാചകമൊക്കെ ചെയ്യുകയാണ്. അയ്യോ എന്താ ഏട്ടത്തി ഇങ്ങനെ, ഏട്ടത്തിക്ക് വയ്യാത്തതല്ലേ, ഏട്ടത്തി എന്തിനാ അടുക്കളയിൽ കയറിയെന്നൊക്കെ ജാനകി ചോദിക്കും. അതിന് എനിക്ക് വയ്യാടിക്കൊന്നുമില്ല, ഞാൻ ഈ അടുക്കളയിലെ പണിയെല്ലാം ഏറ്റെടുത്ത് ഇനി ചെയ്തോളാം എന്നൊക്കെ ദേവയാനി പറയും. ഞാൻ ഈ വീടിൻ്റെ മൂത്ത മരുമോളല്ലേ, അതുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. ഇനി എനിക്ക് പഴയ ദേവയാനിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അതിന് ഏട്ടത്തിക്ക് എന്താ ഇതിന് മാത്രം സംഭവിച്ചെന്ന് ജലജ ചോദിക്കുന്നുണ്ട്. എനിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചു, ഇനി ഇതുകൊണ്ട് ഞാനാണ് ഇനി ഈ വീട്ടിലെ അടുക്കള കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നീ ഓർക്കുന്നില്ലേ ജാനകി, നമ്മൾ വന്ന കാലത്തൊക്കെ അമ്മയായിരുന്നു അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. പിന്നെ വേലക്കാരിയാണേൽ വീട്ടിൽ അടുക്കളയിൽ പണിയൊന്നും ചെയ്യുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ അമ്മയെ സഹായിക്കാൻ വല്ലപ്പോഴും കയറുക മാത്രമല്ലേ ചെയ്യുന്നുള്ളായിരുന്നു. അതുപോലെ ഇനി മുതൽ അമ്മയ്ക്ക് വയ്യാതായപ്പം ഞാൻ ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേന് ജാനകിക്കും ജലജയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അതൊന്നും. അപ്പോഴാണ് നയന അങ്ങോട്ട് വരുന്നത്. നയന ഉടനെ പറയും, അയ്യോ അമ്മ എന്തിനാ അടുക്കള കയറി, ഈ പണിയൊക്കെ ഞാൻ ചെയ്യത്തില്ലായിരുന്നു എന്ന്. നീ ഇനി അങ്ങ് മാറി നിന്ന് കൊച്ചമ്മ കളിച്ചാൽ മതിയല്ലോ, നീ ഒറ്റ ഒരുത്തി കാരണമല്ലേ ഏട്ടത്തിക്ക് വയ്യാതിരുന്നിട്ട് പോലും ഏട്ടത്തി ഇപ്പോൾ അടുക്കള കയറിയിരിക്കുന്നതൊക്കെ ജലജ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയും, ആരും എന്നെ നിർബന്ധിച്ചിട്ടോ ആരുടെയും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ല ഞാൻ കയറിയത്, എനിക്ക് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ കയറിയതെന്ന് പറയും. പിന്നെ ഇവൾ ഈ അടുക്കള കയറുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, അതുകൊണ്ട് കൂടിയാണ് ഞാൻ അടുക്കള ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഏട്ടത്തിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ജാനകിയും ജലജയും അങ്ങ് ഇറങ്ങി അങ്ങ് പോവും. അന്നേരത്തേന് നയന വന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, ഞാൻ അടുക്കളയിൽ കയറി പണി ചെയ്യത്തില്ലായിരുന്നു, അമ്മ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, പണിയൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്, നീ ഇനി ഈ അടുക്കളയിലോട്ട് കയറിയേക്കരുതെന്ന് പറയും. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അതല്ല, ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന പാല് കുടിച്ചിട്ടല്ലേ അമ്മയ്ക്ക് വയ്യാഴിക ഉണ്ടായത്, അത് കാരണം ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ അമ്മയ്ക്ക് പേടിയുള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇനി മുതൽ ഈ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഞാനായിരിക്കും ചെയ്യുന്നതെന്ന് പറയും. നീ എനിക്കൊരു ഉപകാരം ചെയ്താൽ മതി, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഫുഡെല്ലാം വന്ന് കഴിച്ചേച്ചങ്ങ് പോയാൽ മതി എന്ന് പറയും. നിന്നെ ഇനി അടുക്കള കയറ്റിയെന്ന് പറഞ്ഞ് ഇവിടെ ആരും എന്നോട് ദേഷ്യപ്പെടാനൊന്നും വരണ്ട, അതുകൊണ്ട് നീ പോയി റെസ്റ്റ് എടുക്കാൻ പറയും. റെസ്റ്റ് എടുക്കുന്ന എന്തിനാ അമ്മേ, എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അല്ല ചുമ്മാ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് മുറി പോയി റെസ്റ്റ് എടുത്തോളാൻ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളെന്ന് പറയും. എന്നാലും എനിക്കിതൊക്കെ വിഷമോ അമ്മേ, എങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങ് തിരിച്ചു പോകുമെന്ന് പറയും. പോവുമോ എന്ന് ചോദിച്ച് ദേവയാനിക്കൊരു ഞെട്ടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തിരിച്ചു വിടാൻ വേണ്ടിയല്ല, തിരിച്ചു പോകാൻ വേണ്ടിയല്ല, അതുകൊണ്ട് നീ ഇനി പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട, അടുക്കളയിൽ നിന്ന് പൊക്കോളാൻ പറയും. അപ്പോൾ നയന സങ്കടത്തോടെ അടുക്കളയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ നയനെ നോക്കി നിൽക്കുന്ന ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, ഇനി മോളെ ഞാൻ നിന്നെ അടുക്കളക്കാരിയാക്കില്ല, അടുക്കളയിൽ ഒരു പണിയും നിന്നെ ഞാൻ ചെയ്യിപ്പിക്കില്ല, നിനക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ ഊട്ടുന്ന നിൻ്റെ ഒരു വേലക്കാരി പോലെ താന്ന് നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന ദേവയാനെ കാണിക്കുന്നുണ്ട്. അനാമികയ്ക്കാണ് ആകെ ടെൻഷൻ നയന വന്നതിന് വേണ്ടി. അപ്പോൾ ജാനകിയും ജലജയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ഇത് മൊത്തം കൂടോത്രമാണെന്ന്. അത് ശരിയാ, കൂടോത്രമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എൻ്റെ മോളെ ഇപ്പം ദേ വയ്യാത്ത ഏട്ടത്തി വരെയും അടുക്കള കയറി ഇവിടെ ചേട്ടത്തിയും കൂടെ കൂടി ഈ വീട് മുഴുവൻ കുളം തോണ്ടുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മയെ ഞാൻ വന്ന ദിവസം തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ വല്യമ്മ, അതെനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല എന്ന് പറയും. എനിക്കറിയാവാരെന്ന് തോന്നുന്നു, അവൾ വരുന്ന സമയത്ത് തന്നെ ഞാനും വരണമെന്ന്, അതിനുവേണ്ടി അവൻ പ്ലാൻ ചെയ്താണ് എന്നെ കൊണ്ടുവന്നെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. എന്നാലും എൻ്റെ മോളെ ഇനി നിൻ്റെ നിലനിൽപ്പ് ഇവിടെ പരുങ്ങലിലായിരിക്കുമെന്ന് ജലജ അനാമികയെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ജാനകി പറയും, അങ്ങനെയൊന്നുമില്ല, അവളും അവിടെ ചേച്ചിയും കൂടെ എൻ്റെ മോളുടെ നേരെ വല്ല പ്രശ്നത്തിനും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം അവളുമാർ കാണും. പിന്നെ കൂടിപ്പോയാൽ ഞാൻ നയനെന്ന് പറയുന്ന അവളെ കൊന്നിട്ടാണേലും എൻ്റെ മോളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തും, ഞാൻ എൻ്റെ മോളെ മരുമോളായിട്ടല്ല മോളായിട്ടാണ് കരുതുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകിക്ക് അങ്ങ് സ്നേഹമാണ്
അനാമികയോട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എൻ്റെ മോളെ നിനക്ക് ഈ വീട്ടിൽ ആരും സപ്പോർട്ടിനില്ല, അതുപോലല്ല നയനയ്ക്ക് ഈ വീട്ടിലെ എല്ലാവരും അവൾക്ക് സപ്പോർട്ടാണ്. നീ നിൻ്റെ ഭർത്താവിനെയെങ്കിലും സപ്പോർട്ടിനായിട്ട് കൂടെ ചേർക്കണമെന്ന് പറയും. അതെങ്ങനെയാ, എൻ്റെ ഭർത്താവ് എന്നോട് ഒരു സപ്പോർട്ടിനും വരാറില്ല എന്ന് അനാമിക പറയും. അതെങ്ങനെയാ, അജയേട്ടൻ പോലും നയനയ്ക്കാണ് സപ്പോർട്ടിന് നിൽക്കുന്നത്, അനിയെ ഒന്ന് ഉപദേശിക്കാൻ പോലും അവൻ കൂട്ടാക്കാറില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. പിന്നെ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയത് മോളും മോടെ അച്ഛനും കൂടെ കൂടിയാണ് പ്ലാൻ ചെയ്തിട്ടാണ് നടന്നെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ വല്ല സത്യമുണ്ടോ മോളെന്ന് ഇടയ്ക്ക് ജലജയൊന്ന് കോർക്കുന്നുണ്ട് അനാമികയോട്. അപ്പോൾ അനാമിക പറയും, ഞങ്ങൾക്കറിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് കിടന്ന് വെപ്രാളപ്പെടുന്ന കാണുമ്പോഴേ ജലജയ്ക്ക് മനസ്സിലാവും ഇവർ തന്നെയാണെന്ന്. മോൾക്കെതിരെ തന്നെയല്ല, അവളും അവിടെ ചേച്ചിയും കൂടെ ഞങ്ങൾക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മോള് അവളെ എന്തെങ്കിലും ചെയ്യാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫുൾ സപ്പോർട്ട് ഞാൻ തരും കേട്ടോ എന്നൊക്കെ പറയും. എന്നാലും അനാമികയ്ക്ക് അങ്ങോട്ട് സമാധാനമാകുന്നില്ല. അനാമിക വീട്ടിൽ വിളിച്ച് വിശേഷമെല്ലാം പറയുന്നുണ്ടെന്ന് തോന്നുന്നു. മകൾ വിളിച്ച് പറഞ്ഞ വിശേഷം കേട്ടിട്ടാണെന്ന് തോന്നുന്നു രേവതി സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരുന്നുണ്ട് വേണുവിൻ്റെ അടുത്തോട്ട്. അതേ, നിങ്ങൾ അറിഞ്ഞോ അവൾ തിരിച്ചു വന്നെന്ന് പറയും. നമ്മുടെ മോള് ചെന്ന അന്ന് തന്നെ അവൾ തിരിച്ചു വന്നെന്ന് പറയും. ആരാന്ന് ചോദിക്കും. അനന്തപുരിയിലെ മൂത്ത മരുമോള് നയന, അവൾ വന്നെന്ന് പറയും. അതിന് ദേവയാനി ചെന്ന് വിളിച്ചാലല്ലേ അവൾ വരത്തുള്ളെന്ന് പറഞ്ഞേ എന്ന് പറയും. അതെ, ദേവേടത്തി എന്ന് വിളിച്ചുകൊണ്ട് വന്നതാന്ന് പറയും. അതെന്ത് പറ്റി അവർക്ക് എന്ന് പറയും. ആദർശിൻ്റെ വിഷമം മാറ്റാനും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിക്കും വയ്യല്ലോ, അവർക്ക് സങ്കടമാണെന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറയും. എന്തായാലും നയനെ അവിടെ അമ്മായിയമ്മയും കൂടെ ഒത്തുചേർന്നൊന്നും പോകത്തില്ലല്ലോ, അവർക്കവരെ ഇഷ്ടമില്ലല്ലോ, അത് കാരണം അത് തന്നെയുള്ള ആകെയുള്ള ഒരു ആശ്വാസമെന്ന് വേണു പറയുന്നുണ്ട്. എനിക്കറിയാമായിരുന്നിരിക്കും ദേവയാനി നയനെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നെന്ന്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് കിടന്ന് നയനയ്ക്ക് ഇത്ര സപ്പോർട്ട് അടിച്ച് സംസാരിക്കുമായിരുന്നോ അനിയെന്നൊക്കെ വേണു പറയുമ്പോൾ രേവതി അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. നയന തിരിച്ച് വീട്ടിൽ വന്നതിൻ്റെ സന്തോഷത്തിൽ ആദർശ് ജ്വല്ലറിയിലെ എല്ലാവർക്കും ലഡുവൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ പവിത്ര എന്ന് പറയുന്ന സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, സാർ എന്താ വിശേഷിച്ച്, ഭാര്യയ്ക്ക് വല്ല വിശേഷമുണ്ടോയെന്ന്. വിശേഷമൊക്കെ ഉണ്ട്, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വിശേഷമല്ല. നയനെ അമ്മ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു, ആ സന്തോഷം എനിക്ക് പുറത്തറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതിനു വേണ്ടി തന്ന മധുരവായതെന്ന് പറയും. അപ്പോൾ കൂടെയുള്ള മാനേജർ എന്ന് തോന്നിക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, പവിത്രയ്ക്ക് എന്ത് തോന്നിയാലും വേണ്ടില്ല, ഇതുപോലൊരു ഡിസൈനർ നമ്മുടെ ഈ ജുവലറി ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. നയന അത്രയ്ക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണ്. ഇനിയിപ്പം ഭാവിയിൽ നമ്മുടെ ചീഫായിട്ടുള്ള ഡിസൈനർ പോസ്റ്റിലേക്ക് നയന വരണമെന്നാണ് ഇവിടെ എല്ലാവർക്കും ആഗ്രഹമെന്ന് പറയും. അപ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ അമ്മയുടെ കൺട്രോളിലുള്ള കാര്യമാണ്, അമ്മ തീരുമാനിക്കുന്ന പോലെ നടക്കത്തുള്ളൂ, അമ്മ അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷവാനായിരിക്കും എന്ന് പറയും. ആ സമയത്ത് നയന വീട്ടിൽ ഇരുന്ന് ഡിസൈനൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.